ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ. ഈ യോഗം ഉണ്ടാകുന്നത് പഞ്ചഗ്രഹങ്ങളുടെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഈ പഞ്ചഗ്രഹങ്ങൾ ഗ്രഹനിലയിൽ വരുമ്പോഴാണ് പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടാകുന്നത്. അപ്പൊ ഈ പഞ്ചഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് കുജൻ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി. അതായത് ഈ ഗ്രഹനിലയിലെ 2 രാശികളുടെ ആധിപത്യമുള്ള ഗ്രഹങ്ങളൊക്കെയാണ് ഇവര്. അപ്പൊ അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും 2 രാശികളുടെ ആധിപത്യം ഇല്ല. കുജന് മേടത്തിന്റെയും വൃശ്ചികത്തിന്റെ ആധിപത്യം ഉണ്ട്. ബുധനാണെങ്കിൽ മിഥുനൻ രാശിയുടെയും കന്നി രാശിയുടെയും ആധിപത്യം. അതുപോലെ ഗുരുവിനാണെങ്കിൽ ധനുരാശിയുടെയും മീനം രാശിയുടെയും ആധിപത്യം ഉണ്ട്. ശുക്രന് തുലാം രാശിയുടെയും ഇടവൻ രാശിയുടെയും ആധിപത്യം. ശനിക്കാണെങ്കിലോ മകരം രാശിയുടെയും കുംഭം രാശിയുടെയും ആധിപത്യമുണ്ട്. അപ്പൊ അങ്ങനെ 2 രാശികളുടെ ആധിപത്യമുള്ള ഈ ഗ്രഹങ്ങള് ഗ്രഹനിലയിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഗ്രഹത്തിനെ കൊണ്ടും വേറെ വേറെ യോഗങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ശക്തി, ബുദ്ധി, ഐശ്വര്യം എന്നിവ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പോ കുജനെ കൊണ്ടുണ്ടാവുന്ന യോഗമാണ് രുചക യോഗം. ബുധനെ കൊണ്ടുള്ള യോഗത്തിനെ ഭദ്രയോഗം എന്നാണ് പറയാ. ഗുരുവിനെ കൊണ്ടുള്ള യോഗത്തിനെ ഹംസയോഗം എന്നും പറയും. ശുക്രനെ കൊണ്ടുള്ള യോഗത്തിന് മാളവം എന്നും ശനിയെ കൊണ്ടുള്ള യോഗത്തിന് ശശം എന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഓരോ ഗ്രഹത്തിനെ കുറിച്ചും ഗ്രഹവുമായി ബന്ധപ്പെട്ട ആ യോഗത്തിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം.